പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ ബക്കവി, കാസർഗോഡ്. നൂർ മുബീൻ സെൽഫ് മാസ്റ്ററി കോഴ്സിന്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് തിരികെ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആത്മീയമായി അതിന് വളരെ നല്ല പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? പരിഹാരം ഉണ്ട് എന്ന് മാത്രമല്ല, 100% റിസൾട്ടുള്ള പരിഹാരമുണ്ട്. ഞാൻ എൻ്റെ ഈ ചാനലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% റിസൾട്ട് ഉള്ളതായിരിക്കും. മുജറബ് എന്ന് പറയും. മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചറിഞ്ഞത് എന്നർത്ഥം. അപ്പോൾ അത്തരം വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അമലുകളും അൽക്കാറുകളും ദുആകളും ഒക്കെ ആയിരിക്കും നമ്മളുടെ കോഴ്സിൽ നമ്മളുടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ദുആ ചെയ്യാൻ പറ്റും, അതിന്റെ അമൽ എന്താണ്. 100% റിസൾട്ട് ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ കൊടുത്തിട്ട് അവർക്കെല്ലാം 100% റിസൾട്ട് കിട്ടിയതാണ്. അതിന്റെ തെളിവെന്നോണം ഞാൻ 1-2 റിസൾട്ടുകൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന വഴികള്, അദ്കാറുകള്, ദുആകള് ഇതൊക്കെയാണ് പിന്തുടരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ആവശ്യക്കാരിലേക്ക് എത്തിക്കണം. അള്ളാഹു നമുക്ക് അവന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും അവന്റെ പാത്തിലായി ജീവിക്കുവാനും ആരോഗ്യത്തോടെയും ആഫിയത്തോടുകൂടെയും ഇബാദത്തുകൾ ചെയ്യുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഒരാൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾ അത് അന്വേഷിക്കുന്ന കൂട്ടത്തില് ആത്മീയമായിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഉണ്ട്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ച് തന്നതാണ്. അപ്പൊ അത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ, ദുആ ഞാൻ പറയാം, അത് ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കാം, അതിന്റെ അർത്ഥവും കൊടുക്കുന്നുണ്ട്, മനസ്സിലാക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. അല്ലാഹുമ്മ റാദല്ലാലത്തി വഹാദിയൽ വലാല അൻത തഹ്ദീ മിനൽ വലാല ഉർദുദ് അലയ്യ ളാല്ലത്തി ബിഇസ്സതിക വസുൽത്താനിക ഫഇന്നഹാ മിൻ അതാഇക വഫളിക. ഇതാണ് ദുആ. അപ്പൊ നമ്മൾ ഇത് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അമല് ചെയ്തിട്ട് ചെയ്യുന്ന ദുആവും അമലൊന്നും ഇല്ലാതെ ചെയ്യുന്ന ദുആവും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾക്ക് മുത്തലക്കായ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. മുത്തലക്കായ എന്ന് പറയുമ്പോൾ സാധാരണ ളുഹ, വിത്തർ, അല്ലെങ്കിൽ തഹജ്ജുദ്, അല്ലെങ്കിൽ റവാത്തിബ് അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അതല്ലാതെ എത്രയും സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാമല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിനാണ് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുക. അപ്പോ 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി സുന്നത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. സാധാരണ പോലെ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതുക. നല്ല ഭക്തി ആയിട്ട് നിസ്കരിക്കുക. മനസ്സ് വളരെ ശാന്തമായിരിക്കുക. ഇതിലൊന്നും ചിന്തിച്ച് അങ്ങനെ അല്ല, എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ഒരു 11 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുക. സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ ശാന്തമാക്കും, ടെൻഷൻ കുറക്കും, ശാന്തി നൽകും. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ ഒരു 33 പ്രാവശ്യം പറയുക. അത് എണ്ണം കൃത്യമായിട്ടുള്ളതല്ല, ഞാൻ ഒരു എണ്ണം പറയുന്നതാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് ചെല്ലുക. അത് ഭക്തിയോടുകൂടെ ചെല്ലുക, വിശ്വാസത്തോടുകൂടെ ചെല്ലുക.
അപ്പൊ 7 എന്തേ 11 എന്തേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല, എത്രയെങ്കിലും ചെല്ലണമല്ലോ. അപ്പൊ അത് നമ്മൾ ഭക്തി പുരസരം ചൊല്ലുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം അസ്തഗ്ഫിറുല്ലാ ചൊല്ലുക ഒരു 7 പ്രാവശ്യം. അസ്തഗ്ഫിറുല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. മനസ്സെല്ലാം കറകളഞ്ഞതാകും. അപ്പൊ നമ്മൾക്ക് ദുആ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം മനസ്സിൽ രൂപപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ അദ്കാറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്തും ചൊല്ലുക. അപ്പോൾ മനസ്സ് ശൈശവ ദശയിലേക്ക് അല്ലെങ്കിൽ ദശയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആ ഒരു ഘട്ടത്തിലേക്ക് പോകും. ഷഹാദത്ത് ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക? ഷഹാദത്ത് ചെല്ലുമ്പോൾ ഒരാള് പുതുതായിട്ടുള്ള ഒരു ജന്മം എടുക്കുകയാണ്, ഇസ്ലാമികമായി പറഞ്ഞാൽ. അപ്പോൾ എല്ലാം കറകളഞ്ഞ പ്യോറായിട്ടുള്ള വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ദുആ ചെയ്യുക. ഇതിന്റെ അർത്ഥം അത് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ആ ദുആ ചൊല്ലുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അറിയാലോ. പിന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചിട്ട് ഈ കാര്യം കൂടെ ചോദിക്കുക. അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടും. ഇപ്പൊ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതായാലും നമുക്കൊരു വഴി അന്വേഷിക്കണമല്ലോ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? വളരെ മൂല്യമുള്ള ഒരു സംഗതിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം മൂല്യവത്തായ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി സ്വീകരിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 100% റിസൾട്ട് ഉള്ളതാണ്. വിശ്വാസപൂർവം ചെയ്യുക. ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ എന്ന് ഹദീസിലുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ 100% മൂഖിൻ എന്ന് പറഞ്ഞാൽ യഖീനുള്ളവരായിട്ട്, ഐഖന യൂഖിനു ഈഖാനൻ ഫഹുവ മൂഖിനുൻ എന്നുള്ളതാണ് ക്രിയാരൂപം. അപ്പൊ ഐഖന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു എന്നർത്ഥം. ആമന എന്നുള്ള അർത്ഥം തന്നെയാണ് വിശ്വസിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ വിശ്വാസപൂർവം ചൊല്ലുക. ഈമാനോടുകൂടെ ദുആ ചൊല്ലുക, ദുആ ചെയ്യുക. അപ്പൊ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കത് സംഭവിക്കും. എന്താണ് ചോദിക്കുന്നത് കിട്ടുന്ന ഉറപ്പ് വേണം. ഉദുഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ദുആ ചെയ്യുക എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കത് കിട്ടുമെന്ന് ഉറപ്പിക്കുക. ആ ഒരു ഉറപ്പോടുകൂടെ നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. സുഹൃതങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരു വീട്ടിലും അല്ലാഹു തആല നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നഷ്ടപ്പെട്ടത് ഈ ദുആ വഴി തിരിച്ചു കിട്ടിയ എൻ്റെ 2 പ്രഗത്ഭരായ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും അവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ദീനി വഴി തേടുന്നവർ ദീനിനോട് കൂറുള്ളവരായിരിക്കും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക എന്ന് പറഞ്ഞാൽ അതും വലിയ ഐശ്വര്യമാണ്, പുണ്യമാണ്. അപ്പം അതിൻ്റെ എല്ലാ പ്രതിഫലവും അവർക്കെന്നും അള്ളാഹു നൽകുമാറാവട്ടെ. ഇന്നലെ എൻ്റെ കയ്യിലേക്ക് എത്തി. അതിലുള്ള സാധനങ്ങളൊക്കെ അതേമാതിരി തന്നെ ഉണ്ട്. മോൻ്റെ അവാർഡും സാധനങ്ങളൊക്കെ. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമായി. ഉസ്താദ് ഓതാൻ പറഞ്ഞ ദുആ ചൊല്ലിയതിൻ്റെ ശേഷമാണ് എനിക്കിതൊക്കെ കിട്ടിയത്. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷം ഉസ്താദ്. കൂടുതൽ ആളുകളിലേക്ക് നന്മയുടെ ഈ സന്ദേശം കൈമാറുന്നതിന് വേണ്ടി പരമാവധി കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഇത്തരം കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.